നമ്മൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം കൊള്ളാം, 2025 എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വർഷമായിരുന്നു. ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടായി, വളരെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷം മാറി, നമ്മൾ പറഞ്ഞത് ഓക്കെ പുതിയൊരു വർഷം വരെയല്ലേ, അടിപൊളിയായിരിക്കും. പക്ഷെ വർഷം മാറി മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നുമാറി വരാൻ തുടങ്ങി. അല്ലെങ്കിൽ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വലിയൊരു ഹെൽത്ത് ഇഷ്യൂസിൽ നമ്മൾ അകപ്പെട്ടു പോവുക, അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു. നമ്മൾ പോലും അറിയുന്നില്ല. കഴിഞ്ഞ വർഷം വളരെ അടിപൊളി വർഷമായിരുന്നു, വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോയി. പെട്ടെന്ന് വർഷം മാറിയപ്പോൾ കുറേ മാറ്റങ്ങൾ, കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ഇത് ഒരു വിഭാഗം ആൾക്കാർക്കാണ്. മറ്റൊരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞ വർഷം കുറേ പ്രശ്നങ്ങളിലായിരുന്നു അവർ. പക്ഷേ ഈ വർഷം മാറിയപ്പോഴത്തേക്ക് കുറേശ്ശെ അവരുടെ പ്രശ്നങ്ങൾ മാറി ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങി. അവർ പോലും അറിയാതെ മാറ്റങ്ങളാവുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഫെങ്ഷുയുടെ ഒരു എനർജിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം എല്ലാ വർഷവും വീടിൻ്റെ ഓരോ ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് നിലവിൽ ഓരോ നക്ഷത്രങ്ങൾ നിൽപ്പുണ്ട്. ആ നക്ഷത്രങ്ങൾ മാറുകയും അതാത് സ്ഥലങ്ങളിലേക്ക് പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇവരെ ബാധിച്ചത്. അതൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷം സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിൽ കിടന്ന ഒരാൾ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നു. 25 നിന്നും 26 മാറി പുതിയ വർഷമായപ്പോഴത്തേക്ക് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന് കുറേ പൈസയൊക്കെ വന്നതല്ലേ, ഇദ്ദേഹത്തിന് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഒരു സുഹൃത്ത് വന്ന് ചോദിച്ച് ഒരു 5 ലക്ഷം രൂപ ഇദ്ദേഹം ഒരാൾക്ക് കടം കൊടുത്തു എന്ന് കരുതുക. ഒരാഴ്ചക്കകത്ത് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് ഈ സുഹൃത്ത് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഒരാഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, 2 മാസമായി, 3 മാസമായി, ഇദ്ദേഹത്തിന് ഈ പൈസ കിട്ടിയില്ല. ഇപ്പം അറിയുന്നു ആ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ബെഡ്റൂമിൽ കിടന്ന ആളിനെ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ പറ്റിക്കുകയാണ് ചെയ്തത്. ഫെങ്ഷു പ്രകാരം അത്തരത്തിൽ ഒരു കാര്യം നടക്കാനുള്ളൊരു സാധ്യത ആ റൂമിനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂമിനകത്ത് 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബറി സ്റ്റാർ ആണ് ഈ വർഷം 2026 കടന്നു വന്നത്. ഇത് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നേരത്തെ ഇതിനകത്ത് സമ്പത്തിന്റെ ഒരു എനർജി ആയിരുന്നു നിന്നത്. ആ എനർജി ചേഞ്ചായി, ഷിഫ്റ്റ് ആയിട്ട് ഇവിടത്തേക്ക് വന്ന സ്റ്റാർ എന്ന് പറയുന്നത് 7 ആണ്. ഇതെന്ന് പറയുന്ന പറ്റിപ്പിന്റെ ഒരു നക്ഷത്രമാണ്, അല്ലെങ്കിൽ കടബാധ്യതയുടെ നക്ഷത്രമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. ഇത് ഒരു എനർജി ഇയാൾ പോലും അറിയാതെ ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. ഇതൊരു പ്രോബ്ലം ആയിരുന്നു. ഇനി അതേസമയം ഈ റൂമിനകത്ത് കഴിഞ്ഞ വർഷം ഒരാൾ കിടപ്പുണ്ടായിരുന്നു. ഇയാൾക്ക് ഇതിനകത്ത് കിടന്ന് അന്ന് മുതൽ നഷ്ടവും പ്രശ്നങ്ങളും, ഇയാളെ ഒരു കാര്യത്തിൽ ആരും വിശ്വസിക്കത്തില്ല. ഇയാൾ ഒരു ബിസിനസ്സുമായിട്ട് രംഗത്ത് പോയി കഴിഞ്ഞാൽ ആരും ആ സാധനങ്ങൾ വാങ്ങിക്കില്ല. അങ്ങനെ ഇയാൾ പ്രശ്നത്തിലാണ് ഈ റൂമിലാണ് കഴിഞ്ഞ വർഷം 2025 ഇദ്ദേഹം കഴിച്ചു കൂട്ടിയത്. വർഷം മാറി 2026 ആയപ്പോഴത്തേക്ക് ഇയാൾ പോലും അറിയാതെ ആൾക്കാർക്ക് ഇദ്ദേഹത്തോട് നല്ലൊരു സമീപനമുണ്ടായി. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തിന്റെ ബിസിനസ് പതുക്കെ അങ്ങോട്ട് റണ്ണപ്പ് ആവാൻ തുടങ്ങി. അപ്പം ഇത് ഈ റൂമിലേക്ക് കടന്നു വന്ന ഈ 4 എന്ന് പറയുന്ന സ്റ്റാറിന്റെ ഗുണമാണ്. ഇവിടെ ഒരു സ്റ്റാർ വന്ന് ഇദ്ദേഹത്തെ പ്രശ്നത്തിലാക്കിയെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ വന്ന് ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് ഉയർത്തുകൊണ്ടേയും. ഇതേ സ്ഥലത്ത് ഇവിടെ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇദ്ദേഹം തൊഴിൽപരമായിട്ടൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഈ വർഷം വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇയാളുടെ ബിസിനസ് അങ്ങോട്ട് കൂടി, ഇയാൾ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റുകൾ ഇയാൾക്ക് കിട്ടാൻ തുടങ്ങി. ഇദ്ദേഹം ജീവിതത്തിലേക്ക് ഉയരാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നിൽക്കുന്ന 9 എന്ന് പറയുന്ന സ്റ്റാർ വെൽത്ത് സ്റ്റാർ ആണ്. അതായത് 2026 സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റിൽ നിൽക്കുന്ന സ്റ്റാർ വെൽത്ത് സ്റ്റാർ 9 ആണ്. അവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. ഇയാൾ കിടക്കുന്ന റൂമിലെ എനർജി എന്തായി? വെൽത്തിന്റെ എനർജിയായി. ഇനി ഈ റൂമിനകത്ത് ഒരാൾ കിടക്കുകയാണെന്ന് കരുതുക. കഴിഞ്ഞ വർഷം ഇദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. തെക്ക് വശത്താണ്, 2026 തെക്കിൽ റൂമിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളെ ബാധിക്കുന്നുണ്ട്. 2026 ആയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോലും അറിഞ്ഞില്ല. ഒന്നുമാറി. ഇപ്പോൾ ഉദാഹരണത്തിന് പോണ വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആവുക, TV അടിച്ചു പോവുക, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുക, ട്രേഡിങ്ങിൽ വലിയ ഇടിവുണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അടിക്കടിയുള്ള പരാജയങ്ങളും ഈ റൂമിൽ കിടക്കുന്ന തെക്ക് വശത്ത് കിടക്കുന്നവർ ഏറ്റുവാങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന എനർജി ചേഞ്ചായി ഇതിനകത്ത് ഇപ്പോൾ 5 വന്നിരിക്കുന്നത്. ഇത് ടോട്ടൽ ലോസ് ആണ്.
അതായത് വീടിന്റെ 9 സ്ഥലങ്ങളിലായിട്ട് 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് നിലവിലുള്ള നക്ഷത്രങ്ങൾ മാറുകയും പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യുമ്പോൾ ആ നക്ഷത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അതിനകത്തൊരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നു. അത് അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ ആണെന്നോ അല്ലെങ്കിൽ വിധിയാണെന്നോ ഒക്കെ ഓർത്ത് നമ്മൾ ഇതിനെ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം അറിയാം ഈ സ്ഥലത്ത് ഏതൊക്കെ നക്ഷത്രം വരുമെന്ന്. അടുത്ത 5 വർഷത്തിന് ശേഷം ഈ സൗത്ത് വെസ്റ്റ് കോർണറിൽ എന്ത് നക്ഷത്രം വരുമെന്ന് നമുക്ക് ഇന്നേ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓരോ വർഷവും ഈ നക്ഷത്രങ്ങൾ വരുമ്പോൾ, ഇപ്പം ഞാൻ കിടക്കുന്ന സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലെ ബെഡ്റൂമിലാണ്. ഇവിടെ 7 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. ഈ വർഷം എന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊരു റെമഡി ചെയ്യുക. ഇതിനെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷം ഇല്ലാതാവും, അല്ലെങ്കിൽ ആ ദോഷത്തിന്റെ കാഠിന്യം കുറയും. ഈ സ്റ്റാറിന് 7 നീ ഇവിടെ വരില്ല, ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ എനർജിയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ ഓരോ ദിക്കിലും, ഇത് വീടിലായാലും ശരി തന്നെ, ഓഫീസിലായാലും ശരി തന്നെ, ഷോപ്പിലായാലും ശരി തന്നെ, ലോകത്തെല്ലാ സ്ഥലത്തും ഒരുപോലെ സംഭവിക്കുന്നുണ്ട്. ഒരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അത് നല്ലതുമുണ്ട് കെട്ടതുമുണ്ട്. നിങ്ങളത് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ ഒഴിവാക്കാനും സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ന് റെമഡി ചെയ്താൽ പ്രശ്നം കുറയും, 9നെ ആക്ടിവേഷൻ ചെയ്താൽ സമ്പത്ത് കൂടും. ആ രീതിയിൽ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന ചില ടൂളുകൾ. ഇപ്പം നമുക്ക് 9ന്റെ കാര്യം പറഞ്ഞു. 9നെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതായത് ഇത്തരത്തിലുള്ള സിറ്റിന്റെ സ്റ്റോൺസ് ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ചൈനീസ് കോയിൻസ് ഇതും വെൽത്തിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വെൽത്ത് സിമ്പിൾസ് എല്ലാം കൊണ്ട് ചെറിയ ബൗളിനകത്താക്കി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുക. അതിൻ്റെ ഒരു എനർജി നമുക്കുണ്ടാവും. ആ ഒരു ലോസ് കുറയും. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ 5 എന്ന് പറയുന്നൊരു സ്റ്റാർ വന്നു. 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്നൊരു ടൂള് അവിടെ വെക്കുക. ആ സ്റ്റാറിന്റെ ആ ഒരു നെഗറ്റീവ് എനർജി കുറയും. നമുക്ക് അതുപോലെ നമുക്ക് അവിടെ സിംബോളിക് ആയിട്ട് വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന ഫിഷാണ്. ഇപ്പം 9 വന്നിരിക്കുന്ന സ്ഥലത്ത് ഇതൊരു വെൽത്ത് ഫിഷാണ്. 9 വന്നിരിക്കുന്ന സ്ഥലത്ത് ഇത്തരം വെൽത്ത് ഫിഷിന് വെക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. ഇനി വീടിന്റെ സെൻട്രൽ പോർഷനിലേക്ക് വന്നിരിക്കുന്ന നമ്പർ 1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഡ്രാഗൺ റത്തിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. അങ്ങനെ ഓരോ ദിക്കുകളുടെ സ്റ്റാറുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എലമെന്റ് ബേസ് ചെയ്തിട്ടോ സിംബോളിക് ആയിട്ടോ റെമഡികൾ ചെയ്യുമ്പോൾ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനും ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.